സ്നാക്ക് ഐറ്റമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നാക്ക് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു വടയാണ്. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ തട്ടിക്കൂട്ടാൻ പറ്റിയൊരു വടയാണ്. എന്നാൽ രുചിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല, മുന്നിൽ തന്നെയാണ്. ഇത് ബ്രെഡ് കൊണ്ടാണ് നമ്മൾ വട ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡിൻ്റെ സ്ലൈസസ് 10 എണ്ണം, അരികുകളെല്ലാം മുറിച്ച് മാറ്റി കഷ്ണങ്ങളാക്കിയത്, അധികം പുളിയില്ലാത്ത തൈര് 1 കപ്പ്, അരിപ്പൊടി 1/2 കപ്പ്, ബോംബെ റവ 4 ടേബിൾ സ്പൂൺ, സവാള 1 എണ്ണം ചെറുതായി മുറിച്ചത്, പച്ചമുളക് 2 എണ്ണം ചെറുതായി നുറുക്കിയത്, ഇഞ്ചി ചെറുതായി നുറുക്കിയത് 1.5 ടേബിൾ സ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യമായത്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പം നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബ്രെഡ് വട തയ്യാറാക്കാം. അപ്പോൾ ബ്രെഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ബ്രെഡ്. ബ്രെഡിൻ്റെ ഒരു 10 സ്ലൈസസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് അരികെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നടുക്കുള്ള ഭാഗം അതൊന്ന് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കണം. എന്നിട്ട് കുറച്ച് തൈര്, ഏതാണ്ട് 1 കപ്പോളം, വീട്ടിൽ ഉറവിച്ച തൈരാണെങ്കിൽ കൂടുതൽ നല്ലത്, അധികം പുളിക്കാത്ത തൈര് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുക. സ്പൂൺ കൊണ്ട് ഉടയ്ക്കുക. ഇനി നമ്മൾ ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ബ്രെഡിൻ്റെ പീസസ്, അത് മുറിച്ചൊക്കെ ഇടാൻ വേണമെങ്കിൽ, എങ്ങനെ വേണമെങ്കിലും, വലിയ പീസായിട്ടോ ചെറിയ പീസായിട്ടോ ഒക്കെ ഇടാം. ഇങ്ങനെ ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന അധികം പുളിയില്ലാത്ത തൈര്, വലിയ പുളിയാകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, തൈര് ഒഴിക്കാം. പിന്നെ ബ്രെഡിൻ്റെ മുകളിലേക്ക് തൈര് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഇങ്ങനെ ആ പാത്രം ഒന്ന് കഴുകി അതും കൂടി ചേർക്കാം. ഇത്രയും മതിയാകും. അപ്പോൾ ഇതിനാവശ്യമുള്ള ഈർപ്പം, അപ്പോൾ ഈർപ്പം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താലും മതി, ഒരല്പം വെള്ളം കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കും. ഇതിങ്ങനെ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ തൈരും ആ വെള്ളം മിശ്രിതം എത്തണം. വെള്ളം ഞാൻ പറഞ്ഞല്ലോ, തൈര് 1 കപ്പ് എടുക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1, 2, 3 ടേബിൾ സ്പൂൺ വെള്ളം, എത്രയാണ് വേണ്ടത് അത് യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ ഞാനിതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ മാറ്റി ഒരു സൈഡിലേക്ക് വയ്ക്കാൻ പോകും. ഇനി വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സാധാരണ വടയ്ക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ്? ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില മുതലായ കാര്യങ്ങൾ. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം ഏകദേശം ആയി എന്ന് പറയാം. നമ്മുടെ ബ്രെഡ് ഇങ്ങനെ കുതിർന്ന് ഏതാണ്ട് മാവ് പോലെയായി. നോക്കൂ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉഴുന്ന് വടയ്ക്ക് വേണ്ടി ഉഴുന്നരച്ചതുപോലെ ഉണ്ടല്ലേ? അത് തന്നെ. അപ്പോൾ ഈ വട കഴിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നും, കാണുമ്പോഴും ഒക്കെ ഉഴുന്ന് വട പോലെ തന്നെ തോന്നിക്കും. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല പേസ്റ്റ് രൂപത്തിലായി, നല്ല മാവ് കുഴച്ച മാതിരി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇതിപ്പോൾ ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്, പിന്നെന്താ കറിവേപ്പില, ഇത് ചെറിയ കറിവേപ്പിലയാണ്, അത് കാരണം ഇങ്ങനെ തന്നെ വേണമെങ്കിലും ഇടാം, അതല്ലെങ്കിൽ മുറിച്ചിടാം. കറിവേപ്പില, പിന്നെ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ സവാള, ഈ കാര്യങ്ങളും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് യോജിപ്പിക്കാം. അതിനോടൊപ്പം കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇതൊക്കെ ഓരോ ഇഷ്ടത്തിനാണ് നമ്മൾ ചേർക്കേണ്ടത്. എത്ര മല്ലിയിലയുടെ സ്വാദിഷ്ടമാണെങ്കിൽ ചേർക്കേണ്ട, അതില്ലാണ്ട് ചെയ്യാമല്ലോ. പിന്നെ ഇതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ചെയ്യത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഇടാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. അതല്ല ക്യാരറ്റ്, പിന്നെന്താ പറയുക, പാലക് ചീര ചെറുതായി അരിഞ്ഞ് നുറുക്കി ഇതിനകത്ത് ചേർക്കാം. പാലക്കിൻ്റെ ഇലയോ അല്ലാത്ത സാധാരണ ചീര ഇലയോ മുരിങ്ങ ഇലയോ ഇലവർഗ്ഗങ്ങളിൽ മത്തൻ ഇലയോ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ചേർക്കാം. അപ്പോൾ വീണ്ടും കാര്യങ്ങളിങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 കാര്യങ്ങൾ. ഒന്ന്, അരിപ്പൊടി, ഒരു 1/2 കപ്പോളം വറുക്കാത്ത അരിപ്പൊടിയാണ്. അരി നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന മാവില്ലേ, പക്ഷെ വറുക്കുന്നതിന് മുമ്പുള്ള പച്ചമാവ്, അത് 1/2 കപ്പ്. ഇത് ഞാൻ അളന്ന് വെച്ചതാണ്. ഇനി അതിനകത്തേക്ക് ഒരു കാര്യം കൂടി, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ
ബോംബെ റവ. നല്ല കരുകരുപ്പ് കിട്ടും. അരിപ്പൊടിയും ബോംബെ റവയൊക്കെ അതിന് കരുകരുപ്പ് കൂട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരല്പം സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഇത് ഞാൻ അളന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആദ്യം കുറേശ്ശെ ചേർക്കാം. കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. അപ്പോൾ ഉപ്പും ചേർത്തു. ഇതെല്ലാ കാര്യങ്ങളും ആയല്ലോ. ഇനി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈർപ്പം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക നോക്കിയിട്ട്. അപ്പോൾ എല്ലാ ചേരുവകളും കൂടി നന്നായിട്ട് യോജിപ്പിച്ചു. അപ്പോൾ ഞാനിപ്പോൾ കൈ കൊണ്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് സ്പൂൺ കൊണ്ട് ചെയ്തു. ഇനി നമ്മളത് വടയുടെ ആകൃതിയിൽ തട്ടിയിടുമ്പോൾ കൈ കൊണ്ട് ഉരുട്ടിയെടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്ന് അമർത്തി വടയുടെ ഷേപ്പാക്കി ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് കോരണം. അപ്പോൾ നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കാം ആ സമയത്ത്. അപ്പോൾ ഇതിപ്പോൾ സോഡാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകണം, എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെഡിയായി വരണം. ഇതിൽ ഈർപ്പമൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. നോക്കൂ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. അപ്പോൾ നമ്മൾ 1 കപ്പ് തൈരും ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഒരുപാട് ലൂസായാലും പിന്നെ വട ഷേപ്പ് ചെയ്യാൻ പാടായിരിക്കും. ഇത് കുഴപ്പമില്ല, ഇത് കറക്റ്റ് പാകമാണ്. ഇങ്ങനെ സ്പൂണിലെടുത്ത് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു പാകം. അപ്പോൾ ഇനി വേറൊന്നും ചെയ്യാനില്ല, ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ. ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ എന്ന് പറഞ്ഞാൽ ഏതെണ്ണയാകാം, വെളിച്ചെണ്ണയാകാം, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലും ആകാം. അപ്പോൾ എണ്ണ ചൂടാക്കാം. അപ്പോൾ നമ്മളുടെ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഇനി മാവിൽ നിന്നും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ ഒന്ന് നനയ്ക്കാം. കൈ വെള്ളയിൽ ഇച്ചിരി വെള്ളം തടവി മാവിൽ നിന്നും ഉരുളകൾ ഉരുട്ടിയെടുക്കാം. അപ്പോൾ സൈസൊക്കെ നമുക്ക് തീരുമാനിക്കാം, എത്ര വലിപ്പത്തിനുള്ള വടയാണ് വേണ്ടത്. ഒന്ന് ചെറുതായി പ്രസ് ചെയ്തിട്ട് നടുക്കൊരു ഹോളുണ്ടാക്കാം. ഒരു ഉഴുന്ന വടയുടെ മോഡലിൽ തന്നെ ഈ രീതിയിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടി ഷേപ്പ് ചെയ്തിടാം. അപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ ഇടയ്ക്കൊന്ന് ക്രമീകരിക്കണം. ഇപ്പോൾ നല്ല ചൂടായി കിടന്നപ്പോഴാണ് ഞാൻ വട ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ചൂടിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ തീ കുറച്ച് കൊടുത്തു. ഇനി നമുക്ക് ചെറിയ തീയിൽ വീണ്ടും എൻ്റെ എണ്ണയുടെ ചൂട് കുറച്ച് കുറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ തീ കൂട്ടി. വട കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതേ നമ്മുടെ ഉഴുന്ന വട പോലെ തന്നെ റെഡിയായി വരികയാണ്. ഇതിനി അതുപോലെ ഇതും ഇനി ഈ രണ്ടെണ്ണവും ഈ രീതിയിൽ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് വറുത്ത് കോരാം. എന്തായാലും ഇതൊന്ന് റെഡിയായി വരട്ടെ. 2 സൈഡിലും മുരിഞ്ഞ് നല്ല കരുകരുപ്പായിട്ട്. അപ്പോൾ അതൊരു വെയിറ്റ് ചെയ്യാം, ഒരു ഷാർട്ട് മാജിക്. അപ്പോൾ നമ്മളുടെ വട ഇങ്ങനെ മൂത്ത് തുടങ്ങി. മൂപ്പ് അനുസരിച്ച് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ആദ്യം ഇട്ടത് പെട്ടെന്ന് തന്നെ റെഡിയായി, അതാദ്യം എടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വറുത്ത് കോരാം. അപ്പോൾ ചൂട് എന്ന് പറയുന്നത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. എണ്ണയുടെ ചൂട് ഏതാണ്ട് ഒരുപോലെ ഇരിക്കണം. അതിന് ഫ്ലെയിം ഇടയ്ക്ക് കൂട്ടുക, പിന്നെ ഇടയ്ക്ക് കുറയ്ക്കുക. ഒരുപാട് ചൂടായി തോന്നുമ്പോൾ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ വട എടുത്തു. ഇനി രണ്ടാമത്തേത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതും ഉഴുന്നുവടയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ, കാഴ്ചയിലൊക്കെ ഒരുപോലെ തന്നെയാണ്. സ്വാദിൻ്റെ കാര്യത്തിലും ഉഴുന്നുവടയുടെ കൂടെ മത്സരിക്കാൻ റെഡിയാണ്. അങ്ങനെ ആദ്യത്തെ 4 വടയും റെഡി. ഇനി നല്ല ചൂടായി കിടക്കുകയാണെങ്കിൽ എണ്ണ ഒന്ന് തീ കുറച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ വട ഷേപ്പ് ചെയ്തിടുക. എന്നിട്ട് തീ കൂട്ടി കൊടുത്താൽ മതിയാകും. തീ കുറവാണെന്ന് തോന്നുമ്പോൾ, കാര്യം വട ഇട്ട് കഴിയുമ്പോൾ പിന്നെ ആ ചൂട് പോരാൻ തോന്നും. ഇത് നല്ല കരുകരുപ്പായിട്ട് കഴിക്കാൻ പാകത്തിന് റെഡി. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം. എന്തായാലും ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ. ഇനി ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ എണ്ണ നല്ല ചൂടായിക്കൊണ്ടിരിക്കുന്നു. തീ കുറയ്ക്കുന്നു.
എന്നിട്ട് ഇതേപോലെ ഞാൻ വീണ്ടും വട ഷേപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 10-15 വട ഇതിൽ നിന്നും തയ്യാറാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ വട എല്ലാം തന്നെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ അളവിൽ നിന്നും ഒരു 15 വടകൾ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബ്രെഡ് വടയാണെന്ന് കണ്ടാൽ പറയുകയില്ല. ഉഴുന്ന് വട പോലെ തന്നെ ഇരിക്കും. പിന്നെ സ്വാദും വളരെ ടേസ്റ്റിയാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തി കൂട്ടി കഴിക്കാം, അതല്ലെങ്കിൽ ഒരു സോസ് കൂട്ടി കഴിക്കാം. ഇതിന് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. വേണമെങ്കിൽ ഒരു കെച്ചപ്പോ അല്ലെങ്കിൽ ഒരു ചില്ലി സോസോ അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ കഴിക്കാം. നല്ല വെള്ളക്കട്ട ചമ്മന്തിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ എന്താണെങ്കിലും നല്ല ചൂടായിട്ട് കറുമുറ കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. നല്ല ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. കരികരിപ്പ് നല്ല ടേസ്റ്റാണ്. ഒരു ലേശം എന്താ പറയുക, ഒരു ചെറിയൊരു മധുരം എവിടെയോ ഉള്ളതുപോലെ തോന്നും. മധുരമല്ല, പക്ഷേ എന്തോ അതിനൊരു സുഖമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു 4 മണി പലഹാരമാക്കാം, അല്ലെങ്കിൽ ഒരു 11 മണി പലഹാരമാക്കാം. എന്തായാലും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കും വളരെ വളരെ ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കും.